ഇനി നമുക്ക് വിനീത വിജിയിലേക്ക് പോകാം. വിനീത, ഡൽഹിയാണ് കേന്ദ്രബിന്ദു. എല്ലാവരും ഡൽഹിയിലേക്ക് വരികയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ കാത്തിരിപ്പ് 7 ദിവസം കഴിഞ്ഞ് അത് 8-ാം നാളിലേക്ക് പോകും എന്നുള്ള സൂചന കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായും അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് തന്നെയാണ്. ഈ മറ്റ് തീരുമാനങ്ങളും ഒപ്പം തന്നെ തുടർ ചർച്ചകളും ഒക്കെ തന്നെ ഇപ്പോൾ വേഗത്തിലാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടി ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഒപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയിലാണ് ഈ മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായം കൂടി ഈ ഘട്ടത്തിൽ തേടാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു അന്തിമ തീരുമാനം അതെല്ലായ്പ്പോഴും ഹൈക്കമാൻഡിന്റെ തന്നെയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിതിയല്ല നിലവിൽ കേരളത്തിലേതുള്ളത്. ഇപ്പോൾ 3 നേതാക്കളും ഒരേപോലെ തുല്യരാണ്. അവർ 3 പേരും ഒരേപോലെ അർഹരാണ്. ഇതിൽ ഏത് കാര്യമാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡിന്റെ മാനദണ്ഡം എന്ന നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് എങ്കിൽ MLA-മാരുടെ ഒരു പിന്തുണ തന്നെയാണ് അതിൽ വലിയ രീതിയിൽ ഒരു പ്രഥമ പരിഗണന എന്ന നിലയിൽ എടുക്കുന്നത്. പക്ഷേ ഇവിടെ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ഉണ്ട് എങ്കിൽ പോലും ഒരു പൊതുവികാരവും ഒപ്പം തന്നെ ഈ ഘടകകക്ഷികളുടെ അടക്കമുള്ള ഒരു പിന്തുണയും അത് ഉള്ളത് VD സതീശന് തന്നെയാണ്. അപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. അതോടൊപ്പം തന്നെ സീനിയോറിറ്റി കൂടി പരിഗണിക്കണം എന്നൊരു ആവശ്യം രമേശ് ചെന്നിത്തലയെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പേരും അവർക്ക് പറയാനുള്ളത് മുഴുവനും ഹൈക്കമാൻഡ് കേട്ടിരിക്കുന്നു. ഒപ്പം അവർ ഈ 3 നേതാക്കളും തൃപ്തർ ആണ്. ഈ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലൊക്കെ തന്നെ അവർ 3 പേരും തൃപ്തരാണ്. ഇതിലൊരു അന്തിമ തീരുമാനം അത് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമാണ് എടുക്കേണ്ടത്. ഈ അന്തിമ തീരുമാനം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയേക്കുമെന്ന് ആ വാർത്ത നമ്മൾ തന്നെയാണ് നേരത്തെ നൽകിയതും ആണ്. അതിൽ AK ആന്റണി അടക്കമുള്ള പ്രതികരണം ഒരു അഭിപ്രായം വീണ്ടും ഹൈക്കമാൻഡ് തേടും എന്നൊരു വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നിരീക്ഷകരെത്തി ഈ മുതിർന്ന നേതാക്കളുടെയൊക്കെ ചില അഭിപ്രായം തേടിയതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സങ്കീർണമാകുന്ന ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല. ഒപ്പം തന്നെ ഏറ്റവും അവസാന നിമിഷവും ഈ 3 നേതാക്കളും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഈ മുൻ KPCC അധ്യക്ഷന്മാരുടെ അവരുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്ന് ഹൈക്കമാൻഡ് ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും ആ തീരുമാനം പെട്ടെന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലെ സാഹചര്യത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.